ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്ന് വിളിക്കാൻ, ഉള്ളുരുകി മനസ്സുരുകി പ്രാർത്ഥിക്കാം. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും സ്വർഗത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ, ഉന്നതത്തിൽ നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? പ്രിയപ്പെട്ടവരെ, ദൈവഹിതം അറിയണമെങ്കിൽ ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് നിറയപ്പെടണം. ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടണം. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാർ ദൈവഹിതം അറിഞ്ഞതുപോലെ, ഏലിയ ദൈവഹിതം അറിഞ്ഞതുപോലെ, പ്രവാചകന്മാർ ദൈവഹിതം അറിഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവഹിതം അറിയുവാൻ ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവിനെ ഉള്ളുരുകി വിളിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും. വിശ്വസിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, 1 കൊറിന്തോസ് 4-ാം അധ്യായം 7-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, പന്തക്കൊസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള ഒരുക്ക ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി അനുസ്മരിപ്പിക്കുക അഭിഷേകം ലഭിച്ച വ്യക്തികളും അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ചുമാണ്. പ്രത്യേകമായി നമ്മൾ പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് സാമുവേൽ പ്രവാചകന്റെ ജനനം. ഹന്ന എന്ന സ്ത്രീ തൻ്റെ നിരന്തരമായ പ്രാർത്ഥനകൾ മൂലം തനിക്ക് കിട്ടിയ മകനാണ് സാമുവേൽ. സാമുവേൽ ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞ വ്യക്തിയായിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വാക്കുകളൊന്നും വ്യർത്ഥമാക്കാതിരിക്കുവാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, അഭിഷേകം നിറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തികളും വിശ്വസ്തതാപൂർവം ആയിത്തീരുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. സാമുവേൽ പ്രവാചകൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി. ഇസ്രായേൽ ജനത്തിന്റെ ആദ്യ രാജാവായി നമ്മൾ കരുതുന്ന സാവൂൾ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം സാമുവേൽ പ്രവാചകനോട് തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ദൈവിക കൽപ്പന പ്രകാരം സാമുവേൽ സാവൂളിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉണ്ടാകുക എന്ന് വചനം രേഖപ്പെടുത്തുകയാണ്. സാമുവേൽ സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ ഒന്നാമതായി അദ്ദേഹം കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. രണ്ടാമതായി അദ്ദേഹത്തിന് ഒരു പുതിയ ഹൃദയം നൽകി ദൈവം അനുഗ്രഹിച്ചു എന്നതാണ്. മൂന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് സാവൂളിൽ ശക്തമായി കുടികൊണ്ടു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട മനോഭാവം ഇതുതന്നെയാണ്.
നമുക്കൊരു പുതിയ ഹൃദയമുണ്ടാക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ദൈവാത്മാവിനാലായിരിക്കാം നമ്മൾ നടക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്. ഈ 3 ഗുണങ്ങൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എനിക്കുണ്ടോ? പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ സാവൂൾ രാജാവ് തിരസ്കൃതനായ സമയത്ത് വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രകാരമാണ് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ വിട്ടുപോയത് അദ്ദേഹം അറിഞ്ഞില്ല. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യന് പ്രത്യേകമായി ദൈവിക ചൈതന്യമുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ ഭയപ്പെടുമെന്ന് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സാവൂളിൽ നിന്ന് ഈ ദൈവാത്മാവ് വിട്ടുപോയി ദൈവം അയച്ച ഒരു ദുരാത്മാവ് അവന് പ്രവേശിക്കുകയും എന്നാൽ ആത്മാവ് ദാവീദിൽ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ ദാവീദിനെ കാണുമ്പോൾ സാവൂളിന് ഭയമായിരുന്നുവെന്നാണ് വചനം രേഖപ്പെടുത്തുക. പിന്നീട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ ദാവീദ് രാജാവ് തിരസ്കൃതനാകുന്നുണ്ട്. യുദ്ധം നയിക്കേണ്ട ദാവീദ് രാജാവ് താൻ വീഞ്ഞു കുടിച്ച് മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഊറിയായുടെ ഭാര്യയായ ബത്ശബയെ കാണുകയും അവളുമായി പാപം ചെയ്യുകയും ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തന്റെ തെറ്റു മനസ്സിലാക്കി ദാവീദ് രാജാവ് പശ്ചാത്തപിച്ചപ്പോൾ ദൈവത്തിന്റെ ചൈതന്യം വീണ്ടും ദാവീദിൽ കുടികൊള്ളുകയാണ്. ധൂർത്തപുത്രന്റെ ഉപമയെ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ദൈവികമായ ചൈതന്യത്തിൽ നിറഞ്ഞു നിന്ന ധൂർത്തപുത്രൻ തന്റെ ഇഷ്ടപ്രകാരം പിതാവിൽ നിന്നും തന്റെ സ്വത്തുകൾ വാങ്ങി ദൂരത്തേക്ക് പോയി ദൂർത്തനായി ജീവിച്ചു. അവന് സുബോധം നഷ്ടപ്പെട്ടു എന്നാണ് വചനം രേഖപ്പെടുത്തുക. എന്നാൽ വീണ്ടും അവനിലേക്ക് ആ സുബോധം കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യം വീണ്ടും അവൻ മനസ്സിലാക്കി അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരുങ്ങുമ്പോൾ നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി രൂപം കൊള്ളുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എഫേസ്യോസ് ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മാനസാന്തരത്തിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ടിട്ട് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളോട് കൂടിയാണ്. ദൈവത്താൽ നമ്മൾ അഭിഷേകം ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളണം. നമുക്കൊരു പുതിയ ഹൃദയം രൂപപ്പെടണം. പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ എത്രമാത്രം ശക്തിയോടെ കുടികൊള്ളുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. സാവൂളിനെ പോലെ തിരസ്കൃതനാകാതെ, ദാവീദിനെ പോലെ പാപം ചെയ്താലും ആ പാപത്തിന്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ട് ജീവിക്കുന്ന നല്ല വ്യക്തികളാകുവാൻ, ദൈവത്തിന്റെ അഭിഷേകം നിറയുന്ന വ്യക്തികളാകുവാൻ, ദൈവാത്മാവ് വസിക്കുന്നവരാകുവാൻ, ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഇരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളിൽ കുടികൊള്ളണമേ. ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ച് വലിയൊരു അഭിഷേകം നമ്മൾ രൂപപ്പെടുത്തുവാനായി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, അർപ്പിക്കുന്നു, 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 അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയ
ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് അരുളി ചെയ്ത നല്ല ദൈവമേ, നീയാകുന്ന തായ്തണ്ടിനോട് ചേർന്നതെന്ന് ജീവന്റെ രസം ഊറ്റിയെടുത്ത് വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ഞങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് തിരുവചനത്തിലൂടെ അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ. കർത്താവായ ഈശോയെ, ഇന്നേ ദിവസം പ്രത്യേകമായി ഞങ്ങൾ അഭിഷേകം നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈശോയെ അഭിഷേകമുള്ളവരായി എങ്ങനെ മാറണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി ധ്യാനിക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവെ, പലപ്പോഴും ഞങ്ങളൊക്കെയും സാവൂളിനെ പോലെ അവിടുന്ന് നൽകിയ അഭിഷേകം നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്മേലുണ്ടായിട്ടുണ്ട്. ഈശോയെ, ഒരിക്കലും നിരാശരാകാതെ തകർച്ചയിലേക്ക് പോകാതെ നിന്റെ സന്നദ്ധിയിലേക്ക് അനുദിനം കടന്നു വരുവാനും പെന്തക്കോസ്ത് നാളിൽ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധ അമ്മയുടെ മേൽ തീനാവുകളുടെ രൂപത്തിലിറങ്ങിയ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് അനുദിനം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒത്തിരിയേറെ വേദനകളുടെയും ക്ലേശങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും നിരാശരാകാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന അരുളി ചെയ്ത ഈശോയെ, ആ സ്നേഹത്തിനായി ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും ദാനവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായി ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അർപ്പിക്കുന്നു, 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 അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ, 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 ആരാധന, ഏറ്റവും ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയും ലുത്തേനയും ചൊല്ലി നമുക്ക് പ്രത്യേകം ആവിധം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നമ്മൾ നിറയണമെന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിന്റെ കതിരുകൾ ആകാശത്ത് നയിക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ,
നേർവഴിയില്ലാതെ പോയത് തിരിക്കുക. അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യങ്ങളുടെ യോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേൻ. ഏറ്റവും വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവുടെ നിത്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഓരോ നിത്യമായ ഭാഗങ്ങളും ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നാമമാത്രമായി തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, പിതാവും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, ജീവദാതാവായ പരിശുദ്ധാത്മാവേ, സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, നീതിയുടെയും ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, സൗമ്യത നൽകുന്ന പരിശുദ്ധാത്മാവേ, പ്രവചനം നൽകുന്ന പരിശുദ്ധാത്മാവേ, അനുസരണ നൽകുന്ന പരിശുദ്ധാത്മാവേ, വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിക്കുന്ന പരിശുദ്ധാത്മാവേ, സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, സഹനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഉദാസകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ജീവജലത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, നിത്യജീവനിലേക്ക് എന്നെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തിലേക്ക് ചെറിയപ്പെടുന്ന സ്നേഹമേ, ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധ രൂപിയെ, ബുദ്ധിയുടെ ദിവ്യപ്രകാശമാകുന്ന പരിശുദ്ധ രൂപിയെ, വിവേകത്തിന്റെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ആത്മശക്തിയുടെ കതിരുകളാകുന്ന പരിശുദ്ധ രൂപിയെ, അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധ രൂപിയെ, ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധ രൂപിയെ, ദൈവഭയത്തിന്റെ പ്രതീകമായ പരിശുദ്ധ രൂപിയെ,
സ്വീകരിച്ച നല്ല തമ്പുരാനെ, പരിശുദ്ധമായ ഈ ആശീർവാദ സമയത്ത് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി ഭക്തിപൂർവ്വം നമുക്കൊരുങ്ങാം.